ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇത് ഞങ്ങളെ നാട്ടിലെ ഒരു ഉത്സവച്ചന്തയാണ് കാണുന്നത്. ചെറുപ്പയിലാണ് ഈ ഉത്സവച്ചന്ത നിലനിൽക്കുന്നത്. മുറുക്ക്, ജിലേബി, പല ജാതി മിഠായികൾ, പല ഐറ്റംസും ഉണ്ടായിരുന്നു. പല ജാതി വിത്തുകൾ, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. നമ്മൾ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങി. ഇവിടെയാണ് ഈ ഉത്സവം. ഇത് ഒരു ദിവസം മാത്രമാണ് ഉണ്ടാവുക. പിന്നെ കുറേ കളിക്കോപ്പുകൾ, അങ്ങനെ കുറേ പാത്രങ്ങൾ, കത്തികൾ, കൊടുവാള്, പലതരം കച്ചവടക്കാരുണ്ടായിരുന്നു. ഞാനൊരു ചട്ടിയും ടോപ്പും വാങ്ങിച്ചു. പിന്നെ ജിലേബി വാങ്ങിച്ചു, മിഠായികൾ ഒക്കെ വാങ്ങി. ഒരുപാട് കച്ചവടക്കാരും കുറേ ആളുകൾ വാങ്ങുന്നുമുണ്ടായിരുന്നു. ഇവിടെ ഈ ഉത്സവവും ചന്തയും എല്ലാ വർഷവും കുംഭം 1-നാണ് ഉണ്ടാവാറ്. വഴിയോരത്തുള്ള ഈ കച്ചവടമാണ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണം. ജിലേബിയും മിഠായികളും ഒക്കെ പിന്നെ കണ്ടാൽ വാങ്ങാതെ പോരാനും കഴിയില്ല. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് ജിലേബിയും മിഠായിയും ഒക്കെ. പിന്നെ ഫാൻസിയും ഉണ്ടായിരുന്നു. ഫാൻസി വളകൾ, മാലകൾ, കമ്മലുകൾ, മുടിമലിടുന്നവ, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. എൻ്റെ വ്ലോഗ് എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഇവരെല്ലാം ഇനി ഇത് ഇവിടുന്ന് കൊണ്ടുപോയി എവിടെയാണ് കച്ചവടം ചെയ്യുക എന്നറിയില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ടാൽ പിന്നെ വാങ്ങാതെ പോരാനും ആവില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന കലം, കുടുക്ക, ചീനച്ചട്ടി, അങ്ങനെ പല ഐറ്റംസും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിയ സന്തോഷത്തിൽ തിരിച്ചു പോന്നു, വീട്ടിലെത്തി. ഇതാണ് ജിലേബി, മിഠായികൾ. ഉത്സവച്ചന്തയിലെ ജിലേബിയും മിഠായികൾക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കുട്ടികൾക്കൊക്കെയും. പിന്നെ ഹവായി ചെരുപ്പൊക്കെ വാങ്ങി ബാത്റൂമിൽ നിന്ന് ഇടാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ചട്ടിയും ടോപ്പും. ഒരു ഐറ്റംസ് ഇവിടെ ഇല്ലായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി ഇത്. ഈ ചട്ടി മയക്കിയെടുത്തിട്ട് ഇതിലൊരു അടിപൊളി കറി ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് വളകൾ വാങ്ങി. കുപ്പിവളക്ക് ഭയങ്കര ഇഷ്ടം തോന്നി, അപ്പോൾ വാങ്ങിയതാണ്. കുപ്പിവള കാണാൻ എന്താ ചന്തം, ഒരു നൊസ്റ്റാൾജിയ ഫീലിങ്സ് ഉണ്ട്.